കണ്ണൂരിൻ്റെ മലമടക്കുകളിൽ നിന്നും ഉത്ഭവിച്ച് താഴേക്ക് ഒഴുകുന്ന ബാവലി നദിയാണ് നമ്മൾ ഈ കാണുന്നത്. മൺസൂണിൽ അത് നിറഞ്ഞ് കവിഞ്ഞ് രൗദ്രഭാവത്തിൽ അല്ലെങ്കിൽ ഘോഷഭാവത്തിൽ ഒഴുകുകയാണ്. കിഴക്കൻ കണ്ണൂരിലെ മലയോരങ്ങൾ നൽകുന്ന ഈ ബാവലി നദിക്കരയിൽ ഇപ്പോൾ ഈ നൂൽ മുറിയാത്ത മഴ ഉള്ളപ്പോഴും ഒരു വലിയ ഉത്സവ ഘോഷത്തിൻ്റെ മണിമുഴക്കം നമ്മൾ കേൾക്കുകയാണ്. ഈ പോകുന്നവരെല്ലാം അങ്ങോട്ടേക്ക് ആ ക്ഷേത്രം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്ത് മലമടക്കുകൾ കാവൽ നിൽക്കുന്ന മേഘമലകൾ അഭിഷേകം നടത്തുന്ന ഒരു കാനന ക്ഷേത്രം, അതാണ് കൊട്ടിയൂർ ക്ഷേത്രം. ക്ഷേത്രമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ മനുഷ്യനും ഈശ്വരനും പ്രകൃതിയും ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമുണ്ട്. മഴയുടെ പെരുമ്പറ മുഴങ്ങുമ്പോൾ ഇവിടെ ചോതി വിളക്ക് തെളിയും, ഉത്സവത്തുടി ഉയരും. പിന്നെ നാടൊന്നാകെ മഴവെള്ളം പോലെ പല ചാലുകളായി ഈ കാനന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും. ഇതാ ഈ പോകുന്നവർ ഇങ്ങനെ ആ ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്ന് പോവുകയാണ്. ബാവലി നദിയുടെ കുറുകെയുള്ള പാലം കയറി എല്ലാവരുടെയും ലക്ഷ്യം ഒരേ ലക്ഷ്യം, ആ ഭഗവാനെ ദർശിക്കണം. ശ്രീ പെരുമാൾ, കൊട്ടിയൂർ ശ്രീ പെരുമാളിനെ ദർശിക്കണം. മഴയും ചെളിയും മഞ്ഞും തണുപ്പും ഈ ഉത്സവത്തിൻ്റെ അണിയറക്കാരാണ്. കൂവയും കല്ലുവാഴയും ഓടയും ഓലയും മരങ്ങളുമെല്ലാം ഇവിടെ കാഴ്ചയുടെ പ്രമാണിമാരാവുകയും ചെയ്യും. പ്രകൃതിയും മനുഷ്യനും ദേവതകളും ഒന്നിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഉത്സവമാണ് കൊട്ടിയൂരിലെ. ഹരിത ഉത്സവമെന്ന സങ്കല്പം വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങിയും നടത്തിയ ഉത്സവം. മലകൾ തുള്ളിയിരമ്പി എത്തുന്ന ബാവലി നദി മന്നംചേരിയിൽ എത്തുമ്പോഴേക്കും അത് ചെറു ചാലുകളായി പിരിഞ്ഞെത്തുന്നു. ഇത് നേരെ തിരുവഞ്ചിറ ചുറ്റി ഒഴുകി വരുന്നു. ഈ തിരുവഞ്ചിറയിൽ എത്തുമ്പോഴാണ് തീർത്ഥാടകരുടെ പാദം നനച്ച് പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിൽ ഈ ബാവലി നദി ഒഴുകാൻ തുടങ്ങുന്നത്. കാനന മഴയിലും മലവെള്ളപ്പാച്ചിലും അതൊന്നും വകവയ്ക്കാതെ പെരുമാളെ മനസ്സിൽ ധ്യാനിച്ച് ഭക്തസംഘങ്ങൾ പ്രവഹിക്കുന്ന ഒരിടമാണ് നമ്മൾ ഈ കാണുന്ന കൊട്ടിയൂർ. ദക്ഷിണകാശി എന്ന് പേരുകേട്ട കൊട്ടിയൂരിൽ ഉത്സവങ്ങളുടെയും മഴയുടെയും കാലമാണ് ഇപ്പോൾ. ഇടമുറിയാത്ത മഴയും മലമുടിയിൽ നിന്നെത്തി നിറഞ്ഞൊഴുകുന്ന ബാവലിയും കാനന ഭംഗിയും തീർച്ചയായും ഇവിടുത്തെ വലിയ ഒരു കാഴ്ചകൾ തന്നെയാണ്. ബാവലി കടന്ന് തിരുവഞ്ചിറയിലേക്ക് എത്തുമ്പോൾ ഭക്തർ ഈ വെള്ളത്തിൽ പാദങ്ങൾ നനച്ച് അവിടെ ഒന്ന് മുങ്ങിക്കുളിച്ച്, ബാവലിയിൽ മുങ്ങിക്കുളിച്ച് അതിൽ തന്നെ പെരുമഴയത്ത് നനഞ്ഞ് കുതിർന്ന് ശ്രീ കൊട്ടിയൂർ പെരുമാളെ ദർശിക്കാൻ ദർശിക്കുന്നതുമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തീർത്ഥജലം എന്ന പേരിൽ തീർത്ഥജലം കൊടുക്കുന്നുണ്ട്. ഭക്തർ ധാരാളം പേർ ആ തീർത്ഥജലം വാങ്ങി കുടിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ നിരവധി പല
വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഈ കൊട്ടിയൂരിലെ ഉത്സവത്തോടൊപ്പം നമ്മൾ കാണുന്നത്. കാടിന് നടുവിൽ വൃത്താകൃതിയിൽ താഴ്ത്തിക്കെട്ടിയ സ്ഥലമാണ് ഭക്തർ പ്രദർശനത്തിന് ഉപയോഗിക്കുന്ന ഈ തിരുവഞ്ചിറ എന്ന് പറയുന്ന പ്രദേശം. അതിന് നടുവിലായി കല്ലുകൾ കെട്ടിയൊരുക്കിയ മണിത്തറയും ഇതിൽ ഉത്സവകാലത്ത് മാത്രം പൂജ നടക്കുന്ന ശ്രീകോവിലും. ഇതാണ് അക്കരെ കൊട്ടിയൂരിലെ പ്രധാന കാഴ്ച. നമ്മൾ ഈ കാണുന്ന പനയോല കൊണ്ട്, പച്ച നിറത്തിൽ കാണുന്ന പനയോല കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മണിത്തറ. ഇവിടെയാണ് പെരുമാളിൻ്റെ, പരമശിവൻ്റെ സ്വയംഭൂ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളതും. ഇവിടെയാണ് ആൾക്കാർ ദർശനത്തിനായി മണിക്കൂറുകളോളം കാത്തുനിന്ന് ദർശനം നടത്തുന്നത്. ഇതിന് ചുറ്റും കാണുന്ന ഓല കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളെ കയ്യാലകൾ എന്നാണ് വിളിക്കുന്നത്. കയ്യാലകൾ എന്നത് പ്രധാനമായിട്ടും ഇവിടെ ക്ഷേത്ര ചടങ്ങിലുമൊക്കെ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളും താമസിക്കുന്നത് ഈ കയ്യാലകളിലാണ്. മാത്രമല്ല അകലെ ചേർന്ന് നിൽക്കുന്ന മലകളിലേക്ക് ഊർന്നിറങ്ങുന്ന കോടമഞ്ഞ്, അവയ്ക്ക് നടുവിലായി ഒരു ആൽത്തറയും ഒരു മണിത്തറയും പിന്നെ അമ്മാറക്കല്ല്. തിരുവഞ്ചിറയിൽ കിഴക്ക് തെക്കും ഭാഗത്തായി കാണുന്ന വൃത്താകൃതിയിലുള്ള തറയാണ് അമ്മാറക്കല്ല്. ഇത് സതീദേവിയുടെ കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ പിതാവായ ദക്ഷ പ്രജാപതിയാൽ യാഗശാലയിൽ വെച്ച് അപമാനിതയായ സതീദേവി അന്തർധാനം ചെയ്ത സ്ഥലമാണ് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഓലക്കുട, തറയിൽ ജ്വലിക്കുന്ന ദീപനാളവും അതിന് ചുറ്റും ഒരു ഓലക്കുടയും ഒക്കെ കാണുന്ന ഈ തറ, ഇതാണ് അമ്മാറക്കല്ല് എന്ന് പറയുന്നത്. ഇത് സതീദേവി ഇവിടെ വെച്ചാണ് ആത്മാഹൂതി കഴിഞ്ഞ് അന്തർധാനം ചെയ്തതെന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. പ്രദക്ഷിണ വഴിയിൽ വെള്ളമൊഴുകുന്ന ഏക ദേവസ്ഥാനം കൂടിയാണ് ഈ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. അതുതന്നെയാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെയും ഈ ആരാധനാ കേന്ദ്രത്തിൻ്റെയും പ്രത്യേകത. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തിരുവഞ്ചിറ 4 സമുദ്രങ്ങളെ സ്പർശിക്കുന്ന ശ്രീകോവിൽ എന്ന സങ്കല്പത്തിലാണ് ഉള്ളത്. അതിവിചിത്രമായതും മറ്റെവിടെയും കാണാനാകാത്തതുമായ ചടങ്ങുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം കൊട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കൊട്ടിയൂർ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ അടുത്ത ഭാഗം കാണുക. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.